വെൽക്കം ബാക്ക് ടു Aegon ലേണിംഗ്. നിങ്ങൾ എല്ലാവർക്കും Aegonലേക്ക് സ്വാഗതം മക്കളെ. നമ്മുടെ ലൈവ് തുടങ്ങാൻ വേണ്ടി പോവാണ് മക്കളെ. നമ്മുടെ ഈ ഒരു എക്സാമിനെ, നമ്മുടെ മോഡൽ എക്സാമിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ നടത്തുന്ന നമ്മുടെ ഈ ഒരു സീരീസ് എന്ത് ചെയ്യാണ്, നമ്മൾ ഇന്നത്തെ രാവിലെ അടിപൊളിയായിട്ട് മക്കളെല്ലാവരും ഉറക്കത്തിനൊക്കെ മാറി നമ്മൾ അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്? നമുക്ക് നല്ല കൃത്യമായിട്ട് മോഡൽ എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ സാധാരണഗതിയിൽ എല്ലാവരും മൂടി പൊതിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കൂട്ടം കുട്ടികൾ ഇപ്പൊ വന്നിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല മാർക്ക് ഞങ്ങൾക്ക് നേടണം, ഞങ്ങൾക്ക് +2 ഫുൾ മാർക്ക് ഞങ്ങൾക്ക് നേടണം, ഈ ഒരു ഡിറ്റർമിനേഷനിൽ മക്കളൊക്കെ വന്നിരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് മാർക്ക് നേടിത്തരാൻ വേണ്ടിയിട്ട് Aegon നിങ്ങളുടെ കൂടെ തന്നെ വന്നിരിക്കുകയാണ്. സോ മക്കളെ, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് 3 ചാപ്റ്റേഴ്സ് ആണ്. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, രണ്ടാമതായിട്ട് ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, മൂന്നാമതായിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ന്യൂക്ലിയർ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ആറ്റംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ 3 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ലൈവ് കടന്നു പോകും. സോ അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഓരോ മക്കളും കൃത്യമായിട്ട് പേനയും പേപ്പറും ഒക്കെ എടുത്തിട്ട് എന്നെക്കാളും മുമ്പ് നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് പറയാൻ വേണ്ടി പറ്റണം, എന്നെക്കാളും മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, അതിന്റെ ആൻസേഴ്സിലേക്ക് എത്താൻ വേണ്ടി പറ്റണം. സോ മക്കളെ, നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്നത്. സോ മക്കളെ, ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത്? മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 മാർക്ക് വരെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ അകത്ത് മാക്സിമം കേട്ടോ, ഞാൻ ഈ പറയുന്നത് മാക്സിമം അത്രയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത്. സോ മക്കളെ നോക്കിക്കോ, എന്താണ് ഈ ചാപ്റ്ററിന്റെ അകത്തെ കോർ പാർട്ട് എന്ന് പറയുന്നത്? ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എമിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. രണ്ടാമതായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, മൂന്നാമതായിട്ട് ഹഡ്സിന്റെ എക്സ്പെരിമെന്റും അതിന്റെ ഗ്രാഫുകളും. ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക്. അതായത് ഈ ഹഡ്സിന്റെ എക്സ്പെരിമെന്റും അതോടനുബന്ധിച്ച് പറയുന്ന ചില ഗ്രാഫുകളും നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗം മക്കൾ എന്താക്കണം, കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അടുത്തതാണ് ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതും എക്സാമിന് ഈ ഇക്വേഷനും അതോടനുബന്ധിച്ചിട്ടുണ്ടാവുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ എക്സാമിന് സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. കോൺസെപ്റ്റ് ഓഫ് ഫോട്ടോൺ, എന്താണ് ഫോട്ടോൺ എന്ന് പറയുന്നത്? ഈ ചാപ്റ്ററിന്റെ അകത്ത് തന്നെ നമുക്കറിയാം കുറെ പാർട്ടിക്കിളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇലക്ട്രോണ്, പ്രോട്ടോണ്, ആൽഫ പാർട്ടിക്കിൾ, അങ്ങനെ കുറെ പാർട്ടിക്കിളുകളെ മാറ്ററുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു പാർട്ടിക്കിളായിട്ട് നമ്മൾ ലൈറ്റിനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റിന് കൊടുക്കുന്ന ഒരു പേരാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ഫോട്ടോൺ എന്ന് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുതരാം. സോ ഫോട്ടോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഡിബ്രോയ്സ് ഇക്വേഷൻ. ഓക്കെ, ഡിബ്രോയിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ. സോ ഇതിൽ ഈ 3 ടോപ്പിക് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. കാരണം അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ആർ ദി 3 ടൈപ്സ് ഓഫ് എമിഷൻസ്? എന്താണ് 3 ടൈപ്പ് എമിഷൻ? സോ മക്കൾ പറ, എന്താണ് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഒരു മെറ്റലിന്റെ മുകളിൽ നിന്ന് ഇലക്ട്രോണെ പുറത്തേക്ക് എടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എമിഷൻ എന്ന് പറയുന്നത്. സോ മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ എമിഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്താക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ്, അല്ലെ, പുറത്തേക്ക് ഇറങ്ങി വാടാ എന്ന് പറയുന്ന പരിപാടിയുടെ പേരാണ് എന്ത്, എമിഷൻ എന്ന് പറയാം. സോ മക്കളെ, എമിഷൻസ് എത്ര ടൈപ്പ് ഉണ്ടെന്നാ ചോദിച്ചിട്ടുള്ളത്? നമുക്കറിയാം 3 ടൈപ്പ് എമിഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എമിഷന്റെ പേരെന്താ മാഷേ? ഒന്നാമത്തെ ടൈപ്പിന്റെ പേരാണ് തെർമയോണിക് എമിഷൻ. രണ്ടാമത്തേത് എന്താണ് മാഷേ? രണ്ടാമതായിട്ട് പറയും ഫീൽഡ് എമിഷൻ. മൂന്നാമത്തെ എമിഷൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പൊ മക്കളെ, 3 ടൈപ്പ് എമിഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? ഒരു മെറ്റൽ സർഫസിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇറങ്ങി പോകുന്നതിനെ പറയുന്ന പേരാണ് തെർമയോണിക് എമിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു മെറ്റലിന്റെ മുകളിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ആ ഇലക്ട്രിക് ഫീൽഡ് വരുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മുടെ ഇലക്ട്രോൺ ഇറങ്ങി പോകും. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ നല്ല എഫിഷ്യന്റ്, അതാണ് കറക്റ്റ് ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് വന്നിട്ട് ഒരു
മെറ്റലിന്റെ മുകളിലേക്ക് വീണാൽ, ആര് വന്നാൽ ലൈറ്റ് വന്ന് മെറ്റലിന്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ ആ മെറ്റലിന്റെ മുകളിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻസോ. 3 ടൈപ്പ് എമിഷൻസ് ആണ് മാഷയുള്ളത്. ഒന്ന് തെർമയോണിക് എമിഷൻ ആണ്, രണ്ടാമതായിട്ട് എന്താണ് നമ്മളുടെ ഈ പറയുന്ന ഫീൽഡ് എമിഷൻ ആണ്, മൂന്നാമതായിട്ട് പറയുന്നതാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻസോ. 3 എമിഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മാർച്ച് 2023 ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എടാ നമ്മളൊരു മെറ്റലിന്റെ മുകളിൽ ഇലക്ട്രോണിനെ പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, മിനിമം അല്ലെ, മിനിമം എന്ത് വേണം, ഒരു എനർജി നമ്മൾ ആ ഇലക്ട്രോണിന് കൊടുക്കണം. എന്നാൽ മാത്രമല്ല ഇലക്ട്രോൺ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുള്ളൂ. എന്താണ് ഇവിടെ പറഞ്ഞത്, നമ്മളെ മെറ്റലിന്റെ മുകളിൽ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ മിനിമം ആ ഇലക്ട്രോണിന് എന്ത് കിട്ടണം, കുറച്ച് എനർജി കിട്ടണം. അപ്പൊ നമ്മൾ എന്താ വർക്ക് ഫംഗ്ഷൻ പറയാം, ഇറ്റ് ഈസ് ദി മിനിമം എനർജി. എന്താണ് മിനിമം എനർജി, എനർജി ആർക്ക് വേണ്ട, ഇലക്ട്രോണിന് വേണ്ട. ഓക്കെ, അപ്പം ഇലക്ട്രോണിന് വേണ്ട മിനിമം എനർജി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഇജക്ട് ഫ്രം മെറ്റൽ സർഫസ്. സോ എന്താണ് നമ്മുടെ തെർമയോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദി മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു ഇജക്ട് ഫ്രം ദി മെറ്റൽ സർഫസ്. മെറ്റൽ സർഫസിന്റെ മുകളിൽ നിന്ന് ഇലക്ട്രോണിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ട മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി എനർജി റിക്വയർഡ് ബൈ ഇറ്റ് ഈസ് ദി മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു ഇജക്ട് ഫ്രം ദി മെറ്റൽ സർഫസ്. മെറ്റൽ സർഫസിന്റെ മുകളിൽ ഇലക്ട്രോണിന് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. പഠിക്കാതെ എക്സാമിന് പോകരുത്, നിർബന്ധമായിട്ടും എക്സാമിന് ചോദിക്കാൻ സാധ്യത നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ വർക്ക് ഫംഗ്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 50 എന്ന് പറയുന്ന ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ്. 50 is equal to h nu 0. എന്താണ് മക്കളെ h എന്ന് പറഞ്ഞാല്, അത് നമ്മൾ കേട്ടതാണ് മാഷേ, അത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് നമ്മുടെ h എന്ന് പറയുന്നത്. nu 0 എന്താണ്, അപ്പം nu 0 എന്ന് പറഞ്ഞാൽ ന്യൂ എന്ന് പറഞ്ഞാൽ അത് ഫ്രീക്വൻസിയെ കാണിക്കാനാണ് മാഷ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ന്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താ, എടാ മിനിമം ലൈറ്റിന് ഉണ്ടായിരിക്കേണ്ട ഫ്രീക്വൻസി ആയ ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ്. സോ നമ്മൾ പറയും ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ഫംഗ്ഷനിൽ മനസ്സിലാക്കി വെക്കണം. ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് 2015 ഉണ്ടായിരുന്നു. എന്തായിരുന്നു, വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ ഈസ് ദി ഡാഷ്. എന്താണ് ഒരു മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു അബ്സോർബ് ഇൻ മെറ്റൽ സർഫസ്. തെറ്റാണ്. 2 മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു ഇജക്ട് ഫ്രം ദി മെറ്റൽ സർഫസ് ഓർ എസ്കേപ്പ് ഫ്രം ദി മെറ്റൽ സർഫസ്. ദിസ് ഈസ് ദി റൈറ്റ്, അതേഴ്സ് ആർ റോങ്. ഓക്കെ, ഇതെല്ലാം തെറ്റാണ്. ബാക്കി എന്ത് മാത്രമാണ് ശരിയായിട്ടുള്ളത്, ഇത് മാത്രമാണ്. അതായത് ഇത് മാത്രമാണ് എന്ത്, നമുക്ക് നമ്പർ ഒന്നും വേണ്ട, നമ്പറൊക്കെ തെറ്റാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് റെഡി ആയിട്ടുള്ളത് ഏത് മാത്രമാണ്, നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ദിസ് ഈസ് ദി റൈറ്റ് വൺ. അടുത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഹഡ്സിന്റെയും ലെനാർഡിന്റെയും എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മക്കൾ മനസ്സിലാക്കുക, എന്താണ് ഹഡ്സിന്റെ ലെനാർഡിന്റെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ, ഒന്നുമില്ലടാ, ഒരു ഗ്ലാസ് ട്യൂബ്. ദാ ഇവിടെ നോക്ക്, ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. ഈ ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് നമ്മൾ ഒരു 2 മെറ്റൽ പ്ലേറ്റുകൾ അല്ലെങ്കിൽ 2 ഇലക്ട്രോഡുകൾ നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ ഇലക്ട്രോഡുകളെ നമ്മൾ എന്ത് ചെയ്യുന്നതാ, ഇവിടെ നമ്മളൊരു പൊട്ടൻഷ്യൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്ക് ഒരു പൊട്ടൻഷ്യൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കൊടുക്കുന്നത് സപ്പോസ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. ഇവിടെ ഞാൻ ഈ സെൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്ന എന്താണ്, പോസിറ്റീവ് പൊട്ടൻഷ്യൽ. എയിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ ഈ സൺലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് ഇങ്ങനെ വന്ന് തട്ടി ഈ മെറ്റലിന്റെ മുകളിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇറങ്ങിപ്പോവും. അങ്ങനെ ഇലക്ട്രോൺ ഇറങ്ങിയിട്ട് ഇയാളെ പോയി തട്ടും. ഇയാളെ തട്ടിക്കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലൂടെ എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും. സോ ഈ സർഫസിന്റെ മുകളിൽ സിയുടെ മുകളിൽ ലൈറ്റ് ഇങ്ങനെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടത്തിയിട്ട് ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെയുള്ള ഇലക്ട്രോൺ കാരണം ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു കറണ്ടാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹെഡ്സിന്റെയും ലെനാർഡിന്റെയും എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇവരെ ബേസ് ചെയ്തിട്ടാണ്. അതായത് വരുന്ന ലൈറ്റും അതുപോലെ അത് തട്ടിയിട്ടുണ്ടാവുന്ന ഈ പറയുന്ന നമ്മുടെ കറണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്ലോട്ട് എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വിത്ത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇന്റൻസിറ്റിയും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കാൻ ആദ്യമായിട്ട് നമ്മളോട് ചോദിച്ചത്, എടാ സിമ്പിൾ ആണ്ടാ, ഇന്റൻസിറ്റിയും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും. നമുക്കിവിടെ പറയാം ഇത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടാണ്. അതേപോലെ തന്നെ ഇതിന് നമുക്ക് എന്ത് പറയാം, ഇന്റൻസിറ്റി എന്ന് പറയാം. സോ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഇതുപോലെ ഇരിക്കും. സോ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാ ഇത് ഇന്റൻസിറ്റി. ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടി കഴിഞ്ഞാൽ അവിടെ ആര് ഇൻക്രീസ് ചെയ്യും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വിത്ത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഫോർ ഡിഫറെന്റ് ഇന്റൻസിറ്റീസ് I1, I2 ആൻഡ് I3 ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഈസ് ഷോൺ ബിലോ. അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും അതുപോലെ തന്നെ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ഗ്രാഫും കേട്ടോ, ഇത് മനസ്സിലാക്കി വെക്കണം. ഇത് നമ്മുടെ ബുക്കിലുള്ള ഗ്രാഫാണ്. ഈ ഒരു ഗ്രാഫ് പ്രകാരം നമ്മൾ പറയാണ് കുറേ ആളുകളെ തന്നിട്ടുണ്ട്. അതായത് I1 ഇന്റൻസിറ്റി ഉള്ള ലൈറ്റിന്റെ ഒരു ഗ്രാഫ്, I2ന്റെ ഗ്രാഫ്, I3യുടെ ഗ്രാഫ്, അങ്ങനെ 3 ഗ്രാഫുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആരൊക്കെയുള്ളതാണ്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും അതുപോലെ തന്നെ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഗ്രാഫാണ് നമുക്ക് തന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരാണ് വലുത്? I1 ആണോ I2 ആണോ I3 ആണോ വലുത്? ഏറ്റവും വലുതെന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിൽ I3 ആണ് ഏറ്റവും വലുത്. അതിനേക്കാൾ ചെറുതാണ് I2, അതിനേക്കാൾ ചെറുതാണ് I1. അങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ? ഇതിൽ ഏതാണ്? അറേഞ്ച് ദീസ് ഇന്റൻസിറ്റീസ് ഇൻ അസെൻഡിങ് ഓർഡർ. ഈ ഇന്റൻസിറ്റി അസെൻഡിങ് ഓർഡറിൽ ചെറുതെന്ന് വലുതിലേക്ക്. അപ്പൊ നമുക്കറിയാം ആരാണ് ചെറുത്? I1 ആണ് ചെറുത്. പിന്നെ ആരാ വരുന്നത്? I2. പിന്നെ ആരാ വരുന്നത്? I3. അപ്പൊ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ഗ്രാഫിന്റെ അകത്ത് നമ്മളോട് ചോദിച്ചത് ഇന്റൻസിറ്റികൾ തമ്മിലുള്ള എന്താണ്? അവരുടെ അറേഞ്ച്മെന്റ് ആണ്. ആരാണ് കൂടുതൽ, ആരാണ് കുറവ്, ഇത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സേ എക്സാം 2018 ചോദ്യമാണ്. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡ്രോ a graph showing the variation of stopping potential with the frequency of incident radiation. Mark threshold frequency in the figure. ഇതിനകത്ത് എന്ത് മാർക്ക് ചെയ്യാനാ പറഞ്ഞ? ത്രഷോൾഡ് ഫ്രീക്വൻസി മാർക്ക് ചെയ്യാൻ. ഇതും സേ എക്സാം 2018 ചോദ്യമാണ്. എടാ സിമ്പിൾ അല്ലേടാ, സിമ്പിൾ അല്ലേ? ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീക്വൻസിയും ത്രഷോൾഡ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയുന്നതല്ലേ? അവർ രണ്ടുപേരും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അങ്ങനെയെങ്കിൽ ഇത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്, ഇത് നമ്മുടെ ഫ്രീക്വൻസിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഗ്രാഫ് നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന മാഷേ? ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്താ ഇത്രത്തോളം ദൂരം കഴിഞ്ഞിട്ട് ഇത്രയും ഗ്യാപ്പ് എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും ഗ്യാപ്പ് എന്തിനു വേണ്ടിയിട്ടാ? എടാ ഒന്നുമില്ലടാ, ലൈറ്റ് വന്ന് തട്ടുന്ന സമയത്ത് ആ ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടെങ്കിലല്ലേ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിലല്ലേ നമ്മുടെ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിലേക്ക് ആവശ്യമുള്ളൂ. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കി വെക്കണം, ഈ പറയുന്ന ഈ ഒരു റേഞ്ചിനെ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇതാണ് ന്യൂ സീറോ, അതായത് ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ന്യൂ സീറോ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ എന്താ? ത്രഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവാണ് സ്റ്റേറ്റ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ലോസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാണ്. For a given frequency, intensity of incident radiation is directly proportional to photoelectric current. നമ്മൾ പഠിച്ചൊരു കാര്യമല്ലേ, ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടിയാൽ, അതായത് h ന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ആണ്. രണ്ടാമതായിട്ട് പറയുന്നതാണ് വെലോസിറ്റി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. അതായത് ലൈറ്റിന്റെ വെലോസിറ്റി അല്ലെ ഫോട്ടോണിന്റെ വെലോസിറ്റി അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ ഫോട്ടോ ഇലക്ട്രോൺ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. അതായത് ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഫോട്ടോ ഇലക്ട്രോണിന്റെ വെലോസിറ്റിയും കൈനറ്റിക് എനർജിയും കൂടുന്നുണ്ട്. വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ എന്ത് കൂടുന്നുണ്ട്? അവിടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത് ഫോർ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ് ഇൻസിഡന്റ് റേഡിയേഷൻ ഷുഡ് ഹാവ് മിനിമം ഫ്രീക്വൻസി ആൻഡ് ദാറ്റ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി. എന്താണ്? മെറ്റൽ സർഫസിന്റെ മുകളിൽ ഇലക്ട്രോൺ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു വരുന്ന ലൈറ്റിന് മിനിമം ഫ്രീക്വൻസി വേണം. അതിനെ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഈസ് ഇൻസ്റ്റന്റേനിയസ്, സോ ദർ ഈസ് നോ ടൈം ലാഗ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആണ്. അതുകൊണ്ട് അതിനിടയിൽ എന്തെടുക്കുന്നില്ല? ടൈം ലാഗ് ഒന്നും വരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ എന്ത് നടക്കുന്നുണ്ട്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പോയിന്റുകൾ മനസ്സിലാക്കി വെക്കണം. നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്? ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ചോദിക്കാറുണ്ട് മക്കളെ, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹെഡ്സിന്റെയും ലെനാർഡിന്റെയും എക്സ്പെരിമെന്റിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഫൈനൽ കൺക്ലൂഷൻസ്. സോ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ അകത്ത് നിന്ന് കിട്ടുന്ന വാല്യൂസ് ആണ്, അല്ലെങ്കിൽ എക്സ്പെരിമെന്റിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന കോൺസെപ്റ്റുകളാണ് ഞാനിവിടെ എന്ത് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്. വെലോസിറ്റിയും കൈനറ്റിക് എനർജിയും ഫോട്ടോ ഇലക്ട്രോൺ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ആൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, നമുക്കറിയാം. അതേപോലെ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇന്റൻസിറ്റിയും അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം നിങ്ങൾ എന്താക്കി വെക്കണം, ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ മനസ്സിലാക്കി വെക്കണം. റെഡി ആണല്ലോ. ഇനി അടുത്തതാണ് റൈറ്റ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഐൻസ്റ്റൈന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് എടാ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽ നമുക്ക് ഇയാളെ പെടുത്താൻ വേണ്ടി പറ്റും. സോ മനസ്സിലാക്കി വെക്കാം. എന്താണ് ഐൻസ്റ്റൈന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ? എച്ച് ന്യൂ എന്ന് പറയുന്ന ഒരു ലൈറ്റ് വന്നു. ഈ എച്ച് ന്യൂ എന്ന് പറയുന്ന ലൈറ്റിനെ രണ്ട് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഒന്ന് എച്ച് ന്യൂ 0 എന്ന് പറയുന്ന നമ്മുടെ വർക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കി വരുന്ന എനർജി എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഇലക്ട്രോൺ മൂവ് ചെയ്യാനുള്ള കൈനറ്റിക് എനർജി ആയിട്ട്, ഹാഫ് mv². അപ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമല്ലോ. എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് mv². ഓക്കെ, യെസ് 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 എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് mv². യെസ്, ഗോപിക കമന്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കമന്റ് പെട്ടെന്ന് അപ്പോഴാണ് നോക്കുന്നത്, പെട്ടെന്ന് മിനിമൈസ് ചെയ്തു പോയി. റെഡി 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 ഓക്കെ, യെസ് 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 ഫൈൻ ഫൈൻ. അപ്പോൾ മക്കളെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എച്ച് ന്യൂ എന്ന് പറയുന്ന ഈ ഒരു എനർജി രണ്ട് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. എച്ച് ന്യൂ 0ക്കും അതുപോലെ തന്നെ ഹാഫ് mv²നും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഐൻസ്റ്റൈന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയാം. എടാ ഐൻസ്റ്റൈന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിക്കുന്നത്? നമ്മളോട് ചോദിക്കുകയാണ് യൂസിങ് ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയണം ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് നോട്ട് പോസിബിൾ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കൂല. അതായത് ഈ എച്ച് ന്യൂ എന്ന് പറയുന്ന ആളും എച്ച് ന്യൂ 0യും തമ്മിലാണ് നമ്മൾ അടുത്തായിട്ട് എടുക്കുന്നത്. അതായത് ന്യൂ 0 ഗ്രേറ്റർ ദാൻ ന്യൂ ആണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല എന്ന് എന്താക്കണം, ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ന്യൂ 0 ഇത് വലുത് ഇത് ചെറുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുന്ന ആള് ചെറുതാണ്. ഇവിടെ ആവശ്യമുള്ളത് മെറ്റലിന്റെ മുകളിൽ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫ്രീക്വൻസി വലുതാണ്. അങ്ങനെയാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കൂല എന്ന് ഇക്വേഷൻ വെച്ച് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് നോക്കാം. എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 is equal to half mv². ഈ ന്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ 0 ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ന്യൂ 0 ഗ്രേറ്റർ ദാൻ ന്യൂ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ആണല്ലോ. ചെറുതിന്ന് വലുത് കുറച്ച് കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. എടാ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവുമോ? കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവുമോ? കൈനറ്റിക് എനർജി ഒരിക്കലും നെഗറ്റീവ് ആവില്ല. സോ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്ത് നടക്കില്ല? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല എന്ന് പറയാൻ പറ്റും. സോ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവുക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുകയാണ് എന്ത്, ഇവിടെ നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല എന്നുള്ളത്. റെഡി ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കനോട്ട് എക്സ്പ്ലെയിൻ യൂസിങ് വേവ് തിയറി ജസ്റ്റിഫൈ. അതായത് വേവ് തിയറി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണടാ? ഒന്നുമില്ലടാ, സിമ്പിൾ ആണ്. അക്കോർഡിംഗ് ടു wave theory of light is an electromagnetic wave consisting of electric and magnetic field. A wave is continuous distribution of energy. അതായത് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞാൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അതെന്താണ്? കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു വേവ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി എല്ലാ ഭാഗത്തും. ഇപ്പോൾ ഒരു വേവ് എന്നൊരു ഭാഗത്ത് തട്ടാണെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതാണ് ഒരു വേവിന്റെ പ്രത്യേകത. According to wave theory, after the light falls on a substance, light ഒരു സബ്സ്റ്റൻസിന്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ electrons are emitted after a small instant of time. However, in photoelectric effect, the electron emissions are immediate without any time delay. അതായത് ലൈറ്റ് ഒരു വേവ് ആണെങ്കിൽ വേവ് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്ന ഒരു മെറ്റലിന്റെ മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ ആ വേവ് എനർജി എല്ലാ ഇലക്ട്രോണുകൾക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കുറേ സമയം എടുത്തിട്ടായിരിക്കും ഇലക്ട്രോൺ പുറത്തേക്ക് പോവാം. പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എങ്ങനെയാണ് നടക്കുന്നത്? ലൈറ്റ് വന്ന് തട്ടുന്ന സമയത്ത് ഇലക്ട്രോൺ ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. സോ ലൈറ്റ് വേവ് ആണെങ്കിൽ അങ്ങനെ നടക്കോ? ഇല്ല. വേവ് ആണെങ്കിൽ ലൈറ്റ് വന്ന് തട്ടി ആ എനർജി എല്ലാവർക്കും ഒരുപോലെ വീതിച്ചു കൊടുത്ത് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇലക്ട്രോണ് എനർജി കിട്ടുക. അപ്പോൾ കുറച്ച് ടൈം ഒക്കെ എടുക്കും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ടൈമൊന്നും എടുക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. സോ ഇത് ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈറ്റ് ഒരു വേവ് അല്ല എന്ന് നമ്മൾ സംശയിക്കാനുള്ള കാരണം. എനർജി ഓഫ് വേവ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇന്റൻസിറ്റി. സാധാരണ ഒരു വേവിന്റെ ഇന്റൻസിറ്റി കൂടിയാൽ എനർജി കൂടുന്നുണ്ട്. ഹൗവർ ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇൻക്രീസ് ഇൻ ഇന്റൻസിറ്റി ഹാസ് നോ എഫക്ട് ഓൺ എനർജി ഓഫ് ഇലക്ട്രോൺ എമിറ്റഡ്. അതായത് ഇന്റൻസിറ്റിയും എനർജിയും തമ്മിൽ ഇവിടെ യാതൊരു ബന്ധവും നമുക്ക് എക്സ്പെരിമെന്റിൽ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതും എന്താണ്, ഫെയിൽ ആണ് എന്ന് പറയേണ്ടി വരും. അതായത് വേവ് തിയറിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയേണ്ടി വരും. റെഡി ആണല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം. ഇതാണ് നമ്മുടെ പോയിന്റ്.
അടുത്താണ് ഡിഫൈൻ ഫോട്ടോൺ, റൈറ്റ് ഇറ്റ്സ് 3 ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് ഫോട്ടോൺ എന്ന് പറയുന്നത്? മക്കൾ നോക്കിക്ക്, എന്താ ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ ഒരു പാർട്ടിക്കിൾ ആയിട്ട് നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾ ആണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ലൈറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ ആ പാർട്ടിക്കിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോട്ടോൺ. ഈ ഫോട്ടോൺ എന്ന് പറയുന്ന ആൾക്ക് ഒരു എനർജി ഉണ്ട്, അതിന്റെ പേരാണ് h nu. അപ്പോൾ എനർജി ഓഫ് ഫോട്ടോൺ എത്രയാണ്? ഈസ് ഈക്വൽ ടു h nu. അപ്പോൾ h nu എന്ന് പറയുന്ന എനർജി ക്യാരി ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആണ് ഈ ഫോട്ടോൺ എന്ന് പറയുന്നത്. ഈ ഫോട്ടോണിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മളോട് ചോദിച്ചു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ ചോദിച്ചേ. പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺ. ഫോർ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി nu all photons have same intensity, same energy h nu. എല്ലാ ഫോട്ടോണുകൾക്കും h nu എന്ന് പറയുന്ന എനർജി ഉണ്ട്. ആൻഡ് മൊമെന്റം, അതിന് എന്തുണ്ട്? മൊമെന്റം ഉണ്ട്. ലൈറ്റ് ഹാവിംഗ് ഗ്രേറ്റർ ഇന്റൻസിറ്റി കണ്ടെയ്ൻ മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ് ബട്ട് എനർജി ഓഫ് ഫോട്ടോൺ ഇസ് ഇൻഡിപെൻഡന്റ് അപ്പോൺ ഇന്റൻസിറ്റി. അതായത് ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. h nu എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ആണ് ഓരോ ഫോട്ടോണുകളുടെയും എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഫോട്ടോൺസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഫോട്ടോൺസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിനോ മാഗ്നറ്റിക് ഫീൽഡിനോ ഇതിനെ അട്രാക്ട് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഒരു ഫോട്ടോൺ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാ മോനെ ബാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കാൻ പറ്റുമോ? പറ്റൂല. ബിക്കോസ് ഫോട്ടോൺസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. അത് ന്യൂട്രൽ ആണ്. ഇൻ ഫോട്ടോൺ പാർട്ടിക്കിൾ കൊളീഷൻ, അതായത് ഫോട്ടോണും ഇലക്ട്രോണും ഒക്കെ തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കും. വർക്ക് എനർജി പവറിൽ പഠിച്ചതല്ല ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻലാസ്റ്റിക് കൊളീഷൻ. സോ ഇവിടെ നടക്കുന്നത് ഫോട്ടോൺ ഒക്കെ കൂട്ടിയിടിക്കുന്ന സമയത്ത്, പാർട്ടിക്കിളുമായിട്ട് ഇലക്ട്രോണുമായിട്ടൊക്കെ കൂട്ടിയിടിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന എന്താണ്? ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇതാണ് നമ്മുടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഫോട്ടോണും അതിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറഞ്ഞാൽ കൊടുക്കേണ്ടത്. നെയിം ദ വേവ് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ. മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേവിനെ പറയുന്ന പേരെന്താ? മാറ്റർ വേവ്. മാറ്റർ വേവ് എന്നാണ് വിളിക്കാം. റെഡി ആണല്ലോ. ദെൻ അടുത്തത് റൈറ്റ് ദി ഇക്വേഷൻ ഫോർ വേവ് ലെങ്ത് ഓഫ് ഡിബ്രോയ് വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് മൂവിംഗ് പാർട്ടിക്കിൾ. മൂവിംഗ് പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഡിബ്രോയിന്റെ വേവ് ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിക്കുകയാണ്. ലാംഡ ഇസ് ഈക്വൽ ടു h/p. ഇത്രയേ ഉള്ളൂ. ലാംഡ ഇസ് ഈക്വൽ ടു h/p. ദെൻ അടുത്തത് നോക്കാം. ആറ്റംസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡ്യുവൽ നേച്ചറിന്റെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചാപ്റ്റർ ആണ്. സോ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏത് ഭാഗം തന്നെയാണ്? നമ്മുടെ ഈ ഒരു ഹഡ്സിന്റെയും ലെനാർഡിന്റെയും എക്സ്പെരിമെന്റ് തന്നെയാണ് തുടക്കത്തിൽ എന്താക്കി വെക്കേണ്ടത് മക്കളെ? നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആറ്റംസിലേക്ക് നമ്മൾ വരികയാണ്. എക്സ്പ്ലെയിൻ റൂദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് റൂദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ്. മക്കൾ നോക്കിക്കോ, ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഒരു സോഴ്സ്, ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സോഴ്സ്. ഈ സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ പോകും. ഇവിടെ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഗോൾഡ് ഫോയിൽ, ഒരു മെറ്റൽ ഷീറ്റ്, ഗോൾഡിന്റെ ഒരു മെറ്റൽ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൽഫ പാർട്ടിക്കിൾ ഇതിനകത്തൂടെ കടന്നു പോകും. ഓക്കെ, ഇതിനകത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. ചിലതൊക്കെ തട്ടി തെറിച്ചു പോകുന്നുണ്ട്, ചിലത് അതേപോലെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഈ ആൽഫ പാർട്ടിക്കിള് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇതിൽ തട്ടി കുറേ മെജോറിറ്റി ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകും. കുറച്ച് മാത്രം ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും, ചിലത് ഡയറക്റ്റ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും. സോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന എക്സ്പെരിമെൻ്റ് ഇതാണ്. ഇവിടെ നോക്കിക്കോ, ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ പോകുന്നു, ഈ ഗോൾഡ് ഫോയിലിൻ്റെ മുകളിൽ തട്ടുന്നു, തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തട്ടിയിട്ട് ഇതുപോലെ പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ഇതിനകത്തൂടെ മെജോറിറ്റിയും പാസ് ചെയ്ത് പോകും. ഡിഫ്ലക്റ്റഡ് വിത്ത് സ്മോൾ ആംഗിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചിലത് തട്ടി തെറിച്ചു പോകുന്നുണ്ട്, ചിലത് കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? 180 ഡിഗ്രിയിൽ തിരിച്ച് പുറത്തേക്ക് ബാക്കോട്ടേക്ക് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എടാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ മക്കളെ, ഇങ്ങനെയാണെങ്കിൽ തട്ടിയിട്ട് തെറിച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു എക്സ്പെരിമെന്റിനെ നമ്മൾ റൂദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നല്ലേ പറയാം. സോ നമുക്ക് ഇതിന്റെ ഒബ്സർവേഷൻ എന്തൊക്കെയായിരുന്നു? മെനി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദി ഫോയിൽ. ഇറ്റ് മീൻസ് ദേ ഡു നോട്ട് സഫർ എനി കൊളീഷൻ. അതായത് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്, ഒരു കൊളീഷനും നടന്നിട്ടില്ല. ഈ ആൽഫ പാർട്ടിക്കിളിന് ഇതിനകത്തൂടെ കറക്റ്റായിട്ട് പാസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റി, അതിനാരും തടഞ്ഞു നിർത്തിയിട്ടില്ല, ഒരു കൊളീഷനും അവിടെ സംഭവിച്ചിട്ടില്ല. രണ്ടാമത് ഓൺലി 0.14% of the incident alpha particles scattered by more than 1 degree. അതായത് കുറച്ച് സ്കാറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ തട്ടിട്ട് ചെതറി പോവാ, തെറിച്ചു പോവാ എന്നുള്ളതാണ്. അങ്ങനെ 0.14% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു 1 ഡിഗ്രീനേക്കാൾ കൂടുതലായിട്ട് എന്താവുന്നുള്ളൂ? ഡിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ. About 1 in 8,000, അതായത് 8000 ഒരു ആൽഫ പാർട്ടിക്കിൾ ആണ് എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്റ്റഡ് ബൈ മോർ ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നത് 8000 ആൽഫ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അത് ഒരൊറ്റ ആൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് ഒരൊറ്റ 90 ഡിഗ്രിനേക്കാളും കൂടുതലായിട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോയത്. എ വെരി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ റിട്രേസസ് ഇറ്റ്സ് പാത്ത്. അതായത്
ഇങ്ങനെ പോയി തട്ടി തിരിച്ചിങ്ങോട്ടേക്ക് വന്നത് വളരെ വളരെ ചെറിയ ആൽഫ പാർട്ടിക്കിൾസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വളരെ കുറഞ്ഞ ആൽഫ പാർട്ടിക്കിൾ മാത്രമേ ഇങ്ങനെ നേരെ പോയി തട്ടിയിട്ട് തിരിച്ച് അതേപോലെ തന്നെ അതിന്റെ പാത്ത് റീട്രേസ് ചെയ്യുന്നുള്ളൂ. റീട്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻസ്. അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നമ്മൾ വരച്ചത് നമ്പർ ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് ഡിറ്റക്റ്റഡ്, അതുപോലെ തന്നെ സ്കാറ്റേർഡ് ആംഗിൾ. ഇവിടെ നമുക്ക് പാർട്ടിക്കിളിന്റെ എണ്ണം ഒന്നും തട്ടാതെ സീറോ ഡിഫ്ലക്ഷൻ, സീറോ ആംഗിളിൽ പോയത് നമുക്ക് പറയാൻ 10⁻⁷ ആണ്. ഇവിടെ എണ്ണം കുറഞ്ഞു വരികയാണ്. എന്ത് കൂടുന്നതിനനുസരിച്ച്? ആംഗിൾ കൂടുന്നതിനനുസരിച്ച്. ഇവിടെ നോക്ക് 180ലേക്ക് എത്തുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എത്തുന്നുള്ളൂ. അപ്പൊ അത്രയും ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്ത് പോയത് വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രമാണ്. ഇനി റുദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം റുദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡലാണ്. മോസ്റ്റ് ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി സ്പേസ്. ഒരു ആറ്റത്തിന്റെ അകത്ത് മുഴുവൻ എന്താണ്? എംപ്റ്റി സ്പേസ് ആണ്. അതുപോലെ തന്നെ the entire positive charge and most of the mass of atoms are concentrated in nucleus with the electron some distance away. അതായത് ഇതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഒരു ആറ്റത്തിന്റെ മുഴുവൻ സ്ട്രെങ്ത്തും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതിന്റെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള പാർട്ട് ആയിട്ടുള്ള ന്യൂക്ലിയസിലാണ് അതിന്റെ എന്തുള്ളത്, മോസ്റ്റ് ഓഫ് ദി മാസും കോൺസെൻട്രേറ്റ്, ഒരു ആറ്റത്തിന്റെ മാസം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിന്റെ ന്യൂക്ലിയസിലാണെന്ന്. Electrons would be moving in orbit about nucleus just as planets do around the sun. അതായത് പ്ലാനറ്റ്സ് ഒക്കെ സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന പോലെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് about 10⁻15 meter to 10⁻14 meter. അതായത് ഒരു ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് 10⁻15 meter മുതൽ 10⁻14 meter വരെ വലുപ്പത്തിലാണ് നിൽക്കുന്നത്. The electrostatic force of attraction between revolving electron and nucleus provides centripetal force to keep them in their orbit. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് ഈ ഇലക്ട്രോണും ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങാനുള്ള കാരണം എന്താ? ഈ ന്യൂക്ലിയസിനും ഇലക്ട്രോൺസിനും ഇടയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. നമ്മളൊരു കയറിൽ കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടല്ലേ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ കൊടുത്തോണ്ടിരിക്കുന്നത്? നമ്മൾ ഈ ഒരു ടെൻഷൻ ആണല്ലേ, കയർ നമ്മൾ പിടിച്ച് വലിക്കുന്ന സമയത്തുള്ള ടെൻഷനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഇമ്പാക്ട് പാരാമീറ്റർ? എന്താണ് ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലടാ, അത് ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ നമ്മുടെ ന്യൂക്ലിയസ് ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ ഈ ന്യൂക്ലിയസിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന വെലോസിറ്റി വെക്ടർ. ഇതാണ് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന വെലോസിറ്റി വെക്ടർ. ഓക്കെ ആണല്ലോ. ഈ വെലോസിറ്റി വെക്ടർ ഇപ്പം നമുക്ക് നോക്കാം. ഒരു ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വന്നിട്ട് ഒറ്റ പോക്കാം ഇവിടുന്ന്. സോ എത്രത്തോളം ഡിസ്റ്റൻസിൽ ഇത് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതിനുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇത് നമ്മൾ ബി എന്ന് വിളിക്കും. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഡിസ്റ്റൻസ് നോക്ക്, ഇതിന്റെ സെന്റർ ആണ്. ന്യൂക്ലിയസിന്റെ സെന്ററിലേക്ക് ഒരു ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്ന സമയത്ത് എത്രത്തോളം ഇതിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വിട്ടിങ്ങോട്ട് ചെരിഞ്ഞു പോകുന്നുണ്ട്. ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ്, സെന്ററിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് ഇങ്ങനെ പോകുന്നുണ്ട്, ചെരിഞ്ഞു പോകുന്നുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പാക്ട് പാരാമീറ്റർ. സോ impact parameter is the perpendicular distance of the initial velocity vector of alpha particle from the center of nucleus. nucleus ന്റെ സെന്ററിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്? എടാ സിമ്പിൾ ആണ്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നിന്ന് 2e എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ, എന്താണ് 2e എന്ന് പറയുന്ന ഒരു ആറ്റം, എന്താണ് 2e, ഓക്കെ, വരുന്നുണ്ട്. ഇവിടെ Zd എന്ന് പറയുന്ന നമ്മുടെ ന്യൂക്ലിയസിന്റെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ആണ്, ന്യൂക്ലിയസും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടായിരിക്കും, തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ പോകും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര്, ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് ഇങ്ങനെ വന്നു, ഇലക്ട്രോൺ ഇങ്ങനെ വന്നിട്ട് ഇതാണ് ന്യൂക്ലിയസ്, ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റുമോ? ഇല്ല, ഭയങ്കരമായിട്ട് റിപ്പൾഷൻ ഉണ്ടാവും. ഇങ്ങനെ തട്ടിയിട്ട് തിരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര കൂടി ഡിസ്റ്റൻസ് പോകാനുണ്ടായിരുന്നു? ഡി ഡിസ്റ്റൻസും കൂടെ ഇത് കവർ ചെയ്യാനുണ്ടായിരുന്നു. ആ ഡി ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അതായത് ഇനി എത്ര ദൂരം കൂടെ പോകാനുണ്ട്? ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു, ഇവിടെ നിന്ന് സ്റ്റക്കായി, ഇനി അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഇനി അങ്ങോട്ട് പോയിട്ടില്ല. സോ ഈ ഒരു മിനിമം ഡിസ്റ്റൻസ്, ഇനി പോകാനുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ അതിനൊരു കൈനറ്റിക് എനർജി ഇല്ലേ, ആ കൈനറ്റിക് എനർജിയാണ് ½mv². ഇനി അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അത് എത്രയാണെന്ന് അറിയോ? U is equal to 1/4πε0 2E Zd divided by d.
അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇവിടെ നിന്ന് കൈനറ്റിക് എനർജി ഹൈ കൈനറ്റിക് എനർജിയിൽ വരുന്ന ഇയാള് പെട്ടെന്ന് എന്തായിട്ട് മാറുന്ന ഹൈ കൈനറ്റിക് എനർജിയിൽ ഇങ്ങനെ ആൽഫ പാർട്ടിക്കിൾ വരുമായിരുന്നു. വരുന്ന സമയത്ത് ഈ കൈനറ്റിക് എനർജി മുഴുവൻ എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി മുഴുവനും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. കൈനറ്റിക് എനർജി മുഴുവൻ എന്തായിട്ട് മാറി? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് 1/4πε0 2E ZD ഡിവൈഡഡ് ബൈ ഡി. അങ്ങനെയാണ് ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 1/4πε0 2E ZE ഡിവൈഡഡ് ബൈ KE. ഇങ്ങനെയായിട്ട് നമ്മുടെ ഇക്വേഷൻ മാറും. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മൾ എന്താക്കുന്നത് ഇവിടെ ഡിറൈവ് ചെയ്ത് മനസ്സിലാക്കുന്നത്. അടുത്താണ് which are the limitations of Rutherford atomic model? Rutherford atomic modelന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? എടാ ഒന്നുമില്ല. റൂദർഫോർഡ് പറയാണ് ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ്ലി എനർജി എമിറ്റ് ചെയ്യും. അങ്ങനെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനം എവിടെ പോയിട്ട് വീഴും? ന്യൂക്ലിയസിന്റെ അകത്ത് പോയിട്ട് വീഴും. ഇതാണ് റൂദർഫോർഡ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം. ഇനി അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക് ലൈൻ സ്പെക്ട്രം ഓഫ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്. അതായത് ഡിഫറെന്റ് ഇപ്പൊ ഹൈഡ്രജന്റെ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ആരും എന്താക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ഡിഫറെന്റ് എലമെന്റുകളിലേക്ക് വരുന്ന സമയത്തൊന്നും റൂദർഫോർഡിന്റെ മോഡൽ ഒന്നും വാലിഡ് ആയിട്ട് നിൽക്കുന്നില്ല. ഒന്നാമതായിട്ട് പറയുന്ന ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിയിട്ട് നേരെ അതിൻ്റെ അകത്ത് പോയിട്ട് വീഴും എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷെ അത് എന്താവുന്നില്ല, പോസിബിൾ ആയിട്ടില്ല. അങ്ങനെയാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആവില്ല. അതേപോലെ തന്നെ എന്താ പറഞ്ഞു വെച്ചിട്ടുള്ളത്? ലൈൻ സ്പെക്ട്രത്തിനെ കുറിച്ചിട്ട്, ഹൈഡ്രജൻ ലൈൻ സ്പെക്ട്രം അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്രത്തിനെ കുറിച്ചിട്ട് എന്താക്കാൻ പറ്റിയിട്ടില്ല, ഇയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമുക്ക് അതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. Then in Bohr model of hydrogen atom, which of the following is quantized? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ളത്? ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആംഗുലർ മൊമെന്റം ആണ് എന്തായിട്ടുള്ളത്? ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺസ് ആണ്. അടുത്ത് നോക്കാം. In Bohr hydrogen atomic model, the radius of stationary orbit is directly proportional to principal quantum number as. അതായത് നമ്മൾ റേഡിയസും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന്? R proportional to n square ആണ്. R എന്ന് വെച്ചാൽ റേഡിയസ് ആണ്, n എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ ആണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. Then അടുത്തത് which one of the following series of hydrogen spectrum is in visible region? വിസിബിൾ റീജിയനിൽ ഏതാണ് സ്പെക്ട്രൽ ലൈൻ ഉള്ളത്? നമുക്കറിയണം ലൈമൻ സീരീസ് ആണെന്നുണ്ടെങ്കിൽ അത് UV യിലാണ്, ബാമർ ആണെങ്കിൽ വിസിബിൾ ആണ്, പാഷൻ ആണെന്നുണ്ടെങ്കിൽ IR ആണ്, ബ്രാക്കറ്റ് ആണെങ്കിലും IR ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? which one of the following series of hydrogen spectrum is in visible region? വിസിബിൾ റീജിയനിൽ ഏതാണുള്ളത്? നമ്മൾ പഠിച്ചതാണ് ബാമർ ആണ് വരുന്നത് അല്ലേ? ബാമർ അല്ലേ വിസിബിളിൽ വരുന്നത്? സോ ബാമർ ആണ് വിസിബിളിൽ ഉണ്ടാവുന്നത്. അടുത്തത് ഡ്രോ ലൈമൻ ആൻഡ് ബാമർ സീരീസ് ഇൻ എനർജി ലെവൽ ഡയഗ്രാം. അപ്പോൾ ലൈമനും ബാമർ സീരീസും എന്താക്കുക? എനർജി ലെവൽ ഡയഗ്രത്തിന് വരച്ചു കൊടുക്കുക. അപ്പോൾ എനർജി ലെവൽ ഡയഗ്രാം നമുക്കറിയണം, വരച്ച് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ലൈനിലാണ്? ഇതേപോലെ നമ്മൾ എന്താക്കി കൊടുക്കുന്നു? എനർജി ലെവൽ കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ഇലക്ട്രോൺസ് എന്താ ഇതുപോലെ നമുക്ക് എനർജി എന്ത് ചെയ്യും? ഓരോ ലൈൻസിലേക്ക് വരുന്നതിനെ നമ്മൾ എന്താക്കി കൊടുക്കുന്നു? കൃത്യമായിട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു എനർജി സ്പെക്ട്രൽ ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. വിച്ച് റീജിയൻ ബിലോങ് ടു വിസിബിൾ സ്പെക്ട്രം? ഏതാണ് വിസിബിൾ സ്പെക്ട്രത്തിലേക്ക് വരുന്നത്? നമുക്കറിയണം ഏതാണ്? നമ്മൾ പഠിച്ചതാണ് ബാമർ സീരീസ് ആണ് വിസിബിളിൽ വരുന്നത്. ഓക്കെ, ബാമർ ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് നെയിം ഡിഫറെന്റ് സീരീസ് ഒബ്റ്റൈൻഡ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഏതൊക്കെയാണ്? ലൈമന്, ബാമർ, പാഷന്, ബ്രാക്കറ്റ്, ഫണ്ട്. ഇങ്ങനെയാണ് നമുക്ക് സ്പെക്ട്രൽ സീരീസ് വരുന്നത്. ഡ്രോ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതിന്റെ എനർജി ലെവൽ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ എന്താക്കി വെക്കുന്നു നമ്മൾ? ഈ ഒരു ആറ്റംസ് എന്ന് പറയുന്ന കുഞ്ഞു ചാപ്റ്ററിൻ്റെ നമ്മൾ വളരെ വെയിറ്റേജ് കുറവാണ്, നമുക്കൊരു മാക്സിമം 3 മാർക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 3ലേക്കൊന്നും എത്തൂല, അത്രയും മാർക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ചാപ്റ്റർ ആണ് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാനുണ്ട്. യെസ്, എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അത് പഠിക്കാനുള്ളത്? എടാ, ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന ചാർജിന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കറണ്ട് എന്ന് പറയുന്നത്. നോക്ക്, ഇതിനകത്തൂടെ എന്ത് പോകുന്നുണ്ട്? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു സെക്കൻഡിൽ ഇതിലൂടെ എത്ര ഇലക്ട്രോൺ മൂവ് ചെയ്തു? ഒരു കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺസ് മൂവ് ചെയ്തു? അതിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ I യൂസ് ചെയ്തിട്ട്. സോ ഈ ഒരു ഇലക്ട്രിക് കറന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ I യൂസ് ചെയ്തിട്ടാണ്. I എന്ന് പറയുന്നത് എന്താ? dQ/dt. ഇപ്പൊ കറണ്ട് കൂടിയും കുറഞ്ഞും കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കറണ്ടിനെ നമ്മൾ എന്താ പറയാ? ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്നാണ് പറയാ. സോ I is equal to dQ/dt, അതായത് കറണ്ട് വേരിയബിൾ ആണെങ്കിൽ. then I is equal to Q/T. കറണ്ട് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ പറയും ചാർജ് ബൈ ടൈം എന്ന് കൊടുത്താൽ മതി. കറണ്ട് കൂടിയും കുറഞ്ഞും കളിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? dQ/dt എന്ന് പറഞ്ഞാൽ മതി. ഇനി ഫ്രം ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, കറണ്ടിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? I is equal to NE/T. നമ്മൾ പഠിച്ചതല്ലേ? Q
എന്തായിട്ട് മാറി? ക്യൂവിനെ നമ്മൾ NE എഴുതി. നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ അകത്ത് Q is equal to NE, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അപ്പോൾ ക്വാണ്ടൈസേഷൻ പ്രകാരം നമുക്ക് പറയാം I is equal to NE/T ആണ്. അതുപോലെ തന്നെ SI യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആംപിയർ ആണ്, അല്ലെങ്കിൽ കൂളും പെർ സെക്കൻഡ് ആണ്. കൂളും പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. റെഡി ആണല്ലോ? ദെൻ അടുത്താണ് ഡിഫൈൻ ദ ടേം കറണ്ട് ഡെൻസിറ്റി. എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്? എടാ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ current density at a point in a conductor is the ratio of current to the area of cross section at that point. അതായത് ഈ ഒരു ഏരിയയിൽ എത്ര കറണ്ട് ഉണ്ട്? ഒരു കണ്ടക്ടർ എടുക്കുന്നു. ഈ കണ്ടക്ടറിന്റെ യൂണിറ്റ് ഏരിയയിൽ എത്ര കറണ്ട് ഉണ്ട്? അതിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക J എന്ന് പറഞ്ഞിട്ടാണ്. J is equal to കറണ്ട് ബൈ ഏരിയ. കറണ്ട് ബൈ ഏരിയ. കറണ്ട് ഡെൻസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷനിലാണ്. അതുപോലെ തന്നെ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയും കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയും ആണ്. ഓക്കെ. ഡിഫൈൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്? ഒന്നുമില്ലടാ, ഇവിടെ ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിനെ നമ്മൾ കണക്ട് ചെയ്തു, ഒരു പൊട്ടൻഷ്യലായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ പോസിറ്റീവ് ആവും, കാരണം പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്ത്. ഇവിടെ നെഗറ്റീവ് ആവും. ഇവിടുന്ന് എന്ത് പോകുന്നുണ്ട്? സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട്? നമ്മുടെ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അങ്ങനെ ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ആവറേജ് എനർജിയെ വിളിക്കുന്ന പേരാണ്, ആവറേജ് അവരുടെ വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ്, എനർജി അല്ല ആവറേജ് വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഓരോ വെലോസിറ്റിയിലായിരിക്കും വരുന്നത്. അവിടെയുള്ള ഇലക്ട്രോണുകളുടെ ആവറേജ് വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ an electron under the applied electric field in a conductor is called drift velocity. അതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ മനസ്സിലാക്കി വെച്ചോ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് VD ഡ്രിഫ്റ്റ് വെലോസിറ്റി is equal to EE/m into τ. ഈ ഇക്വേഷൻ പഠിക്കുക. ഇ എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ടോ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം ആണ്. നമുക്ക് ചോദ്യം ഉണ്ടാവും, എന്താണ് റിലാക്സേഷൻ ടൈം അല്ലെങ്കിൽ എന്താണ് മീൻ ഫ്രീ പാത്ത്? രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ മനസ്സിലാക്കി വെക്കാം. എന്താ റിലാക്സേഷൻ ടൈം? ഇറ്റ് ഈസ് ദി ആവറേജ് ടൈം ഇന്റർവെൽ ഫോർ ടു സക്സസീവ് കൊളീഷൻ ഈസ് കോൾഡ് റിലാക്സേഷൻ ടൈം. അതായത് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഇതാ പോയിട്ട് വേറൊരു ഇലക്ട്രോൺ ഇടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതാ നേരെ പോയിട്ട് ഇടിച്ചു. ഇത് ഇടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഇടിക്ക് എടുക്കുന്ന ആ ഒരു ടൈമിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഈ പറയുന്ന റിലാക്സേഷൻ ടൈം. ആ ഒരു ഇലക്ട്രോൺസ് നമ്മൾ കൂട്ടിയിടിച്ചിട്ട് അത് എടുക്കുന്ന മിനിമം ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? അടുത്തതിനെ പോയിട്ട് ഇടിക്കാൻ ഒരു ഇലക്ട്രോൺ ഇതാ ഇങ്ങനെ നോക്കേ, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വന്ന് മറ്റൊരു ഇലക്ട്രോണിനെ ഇടിച്ചു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇടിക്ക് എടുക്കുന്ന സമയത്തിനെ നമുക്ക് എന്ത് പറയാം? റിലാക്സേഷൻ ടൈം എന്ന് പറയാം. അതിനെടുക്കുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് പറയാം മീൻ ഫ്രീ പാത്ത് എന്ന് പറയാം. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ഈസ് കോൾഡ് മീൻ ഫ്രീ പാത്ത്. അപ്പോൾ മീൻ ഫ്രീ പാത്ത് എന്താണ്? അതുപോലെ തന്നെ ഡെഫിനിഷൻ മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് മീൻ ഫ്രീ പാത്ത്, എന്താണ് നമ്മളുടെ റിലാക്സേഷൻ ടൈം? ഈ രണ്ട് കാര്യങ്ങൾ എന്താക്കിയാൽ മതി മക്കള്? മനസ്സിലാക്കി വെച്ചാൽ മതി. റെഡി ആണല്ലോ? അടുത്താണ് ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഒരു കണ്ടക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ കണ്ടക്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് ഏരിയ എ ആണ്, ലെങ്ത് എൽ ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം എന്തായിരിക്കും? എ ഇൻറ്റു എൽ അല്ലേ? നമുക്ക് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അതല്ലേ വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? NaLe ആയിരിക്കും. ഓക്കെ, അപ്പോൾ N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എ എന്ന് വെച്ചാൽ ഏരിയ, എൽ എന്ന് വെച്ചാൽ ലെങ്ത്, ഇ എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ ചാർജ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ ടു ക്രോസ് ദി ലെങ്ത് T is equal to, ഇത് ടോട്ടൽ എൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും T is equal to, ഇവിടുന്ന് ഇലക്ട്രോണിന് ഇവിടേക്ക് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് T is equal to L divided by ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? I is equal to Q/T ആണ്. സോ ക്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? NaLe ഡിവൈഡഡ് ബൈ T എന്ന് വെച്ചാൽ എന്താ? L/VD. ഓക്കെ, L/VD. ഈ എല്ലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? NaVDE. അപ്പോൾ NaVD എന്ന് പറയാം കേട്ടോ, NaVD. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് I is equal to NaVDE. ഈ ഒരു റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്തൊരു ചോദ്യമാണ് എന്താണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. മക്കൾ മനസ്സിലാക്കി വെക്കണം. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് മൊബിലിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ്, അതായത് നമ്മൾ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്, അതിന്റെ വെലോസിറ്റി. സോ നമ്മൾ പറയും mu is equal to vd/e. ഇതാണ് അതിന്റെ റിലേഷൻ. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, എന്താണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. സോ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അടുത്തതാണ് എന്താണ് ഓംസ് ലോ എന്ന് പറയുന്നത്. മക്കൾ മനസ്സിലാക്കി വെക്കുക, എന്താണ് ഓംസ് ലോ എന്ന് പറയുന്നത്? ഒന്നുമില്ലടാ, നമുക്കിവിടെ പറയാം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്. അതായത് ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്, ഈ കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. നമ്മൾ പറയാണ് ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിൽ എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് വി പ്രൊപ്പോർഷണൽ ടു ഐ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതാണ് എക്സ്പ്ലെയിൻ ഓമിക് കണ്ടക്ടേഴ്സ് ഓർ റെസിസ്റ്റേഴ്സ്. ഓമിക് കണ്ടക്ടേഴ്സിനെയും റെസിസ്റ്റേഴ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കറിയാം. ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ വി ഐ ഗ്രാഫ് എന്തായിരിക്കും? അതിന്റെ വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓമിക് കണ്ടക്ടേഴ്സിന്റെ വി ഐ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ നമുക്ക് രണ്ട് ഓമിക് കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട്. നോക്ക്, ഇതിന്റെ വി ഐ ഗ്രാഫ് എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും രണ്ട് ഓമിക് കണ്ടക്ടേഴ്സ് ആണ്. അവരുടെയൊക്കെ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ ആർക്കാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ, ചരിവ് കണ്ടാൽ നമുക്ക് കിട്ടുന്നത് റെസിസ്റ്റൻസ് ആണ്. സ്ലോപ്പ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ബി, അതായത് എയുടെ ചരിവ് കൂടുതലാണ്, ബിയുടെ ചരിവ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ എക്ക് റെസിസ്റ്റൻസ് കൂടുതലാണ്, ബിക്ക് റെസിസ്റ്റൻസ് കുറവാണ്. അപ്പം ആർക്ക് റെസിസ്റ്റൻസ് കൂടുതൽ? റെസിസ്റ്റൻസ് കൂടുതൽ സ്ലോപ്പ് കൂടുതലുള്ള ആൾക്ക്. റെസിസ്റ്റൻസ് കൂടുതലും ഇയാൾക്ക് റെസിസ്റ്റൻസ് കുറവുമാണ്. ഓക്കെ ആണല്ലോ. സോ ആർ എ ഗ്രേറ്റർ ദാൻ ആർ ബി. അടുത്തത് നോൺ ഓമിക് റെസിസ്റ്റേഴ്സ് ആണ്. നോൺ ഓമിക് റെസിസ്റ്റൻസ് ആണെങ്കിൽ അതെന്ത് ചെയ്യില്ല? ഓംസ് ലോ ഒബേ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ വി ഐ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. അപ്പോൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ അതിന്റെ വി ഐ ഗ്രാഫ് ഒരിക്കലും എന്തായിരിക്കില്ല? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, ഇതുപോലെ വളഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്തത് വിച്ച് ആർ ദി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. റെസിസ്റ്റൻസ്, ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഈ കണ്ടക്ടറിന്റെ ലെങ്ത്, ഇത് ഏരിയ. നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് പറയാൻ വേണ്ടി പറ്റും? ലെങ്ത്. ലെങ്ത് കൂടിയാൽ, ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. രണ്ടാമതായിട്ട് പറയുന്നതാണ് ആർ പ്രൊപ്പോർഷണൽ ടു 1/a. അപ്പോൾ രണ്ടാമത്തെ കാര്യം നമുക്ക് കിട്ടി. ഒന്നാമത് എന്താ? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. രണ്ടാമത് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാലോ ആർ പ്രൊപ്പോർഷണൽ ടു L/a. അപ്പം പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുകയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു റോ L/a. എന്താണ് റോ എന്ന് വെച്ചാൽ? റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി. ഓക്കെ, യൂണിറ്റ് ലെങ്ത്തിൽ അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കിട്ടി. മൂന്നാമത്തെ എന്താണ്? നേച്ചർ ഓഫ് മെറ്റീരിയൽ. അതായത് ഓരോ മെറ്റീരിയലും വേറൊരു മെറ്റീരിയൽ. അപ്പം അയണിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കില്ല കോപ്പറിന് ഉണ്ടാവുക, കോപ്പറിൻ്റെ ആയിരിക്കില്ല സിൽവറിന് ഉണ്ടാവുക. അപ്പോൾ ഓരോ മെറ്റീരിയൽ ടു മെറ്റീരിയൽ എന്ത് മാറിക്കൊണ്ടിരിക്കും? അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം. അടുത്തത് ഇഫ് എ വയർ ഈസ് സ്ട്രെച്ചഡ് ടു ഡബിൾ ഓഫ് ഇറ്റ്സ് ലെങ്ത് ഫൈൻഡ് ദി ന്യൂ റെസിസ്റ്റൻസ്. എന്താണ് അതിന്റെ പുതിയ റെസിസ്റ്റൻസ്? നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? ആർ ഇസ് ഈക്വൽ ടു റോ L/a. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് രണ്ടാമത്തത് എന്താ? അതിന്റെ ലെങ്ത് ഡബിൾ ആയി എന്നാണ് പറഞ്ഞത്. സോ റോ 12/a, അതായത് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 2 times r. ഇതാണ് കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ ഓഫ് എ സെമി കണ്ടക്ടർ. ഒരു സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ വന്നത്. ടെമ്പറേച്ചറും അതുപോലെ തന്നെ എന്തോ ചോദിച്ചിട്ടുള്ളത്? റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ഗ്രാഫ്. ഇതുപോലൊരു ഗ്രാഫ്, ഈ ഗ്രാഫാണ് വരച്ചു കൊടുക്കേണ്ടത്. കാരണം എന്താ? ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഫോർ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റിവിറ്റി കുറയും. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് കൊടുക്കേണ്ടത്. റെഡി ആണല്ലോ? ഓക്കെ,
അടുത്തത് ഡിഫറൻഷിയേറ്റ് ഇ എം എഫ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇ എം എഫ് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. രണ്ടാണല്ലോ. ഒരു ബാറ്ററിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സെല്ല് നമ്മൾ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് മുൻപ് ആ സെല്ലിന് പുറത്തു കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് ഇ എം എഫ്. അതായത് ബാറ്ററി എന്ത് ചെയ്യുന്നില്ല, സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടില്ല, കറണ്ട് ഒന്നും കടന്നു പോകാത്ത സമയത്ത് ഒരു ബാറ്ററിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് ഇ എം എഫ് എന്ന് പറയുന്നത്. അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് കടന്നു പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദ ടെർമിനൽസ് ഓഫ് എ സെൽ വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ഇറ്റ്. അപ്പം ഇവിടെ നമുക്ക് പറയാം കറണ്ട് കടന്നു പോകാത്ത സമയത്താണ് ഇ എം എഫ്. ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് എ സെൽ ഓർ ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് ഇൻ എ സർക്യൂട്ട് വെൻ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ദ സെൽ. അതിനാണ് നമ്മൾ കറണ്ട് കടന്നു പോകുന്ന സമയത്തുള്ളതിനാണ് വോൾട്ടേജ് എന്ന് വിളിക്കുക. എക്സിസ്റ്റ് ഓൺലി ബിറ്റ്വീൻ ദി ടെർമിനൽസ് ഓഫ് ദി സെൽ. സെല്ലുകളുടെ ടെർമിനലിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. എക്സിസ്റ്റ് ത്രൂ ഔട്ട് ദ സർക്യൂട്ട്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ സർക്യൂട്ട് മുഴുവൻ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് എ കോസ് ആൻഡ് ഇറ്റ് ഈസ് ദി ആഫ്റ്റർ എഫക്റ്റ്. ഇതാണ് കാരണക്കാരനാണ് ഇ എം എഫ്, മറ്റേത് ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഓൾവേസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഓൾവേസ് ലെസ് ദാൻ ഇ എം എഫ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിനേക്കാളും കൂടുതലായിരിക്കും ആര്, ഇ എം എഫ് എന്ന് പറയുന്നത്. ഇ എം എഫ് ആയിരിക്കും എപ്പോഴും വലിയ വാല്യൂ. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇ എം എഫിനേക്കാളും ചെറുതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ ബാറ്ററി ഓഫ് ഇ എം എഫ് 10 വോൾട്ട് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ohm is connected to a resistor. If the current in the circuit is 0.5 ampere, what is the resistance of the resistor? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ആൻഡ് വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദി ബാറ്ററി വെൻ സർക്യൂട്ട് ഇസ് ക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. ഒന്നാമതായിട്ട് നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി റെസിസ്റ്റർ. നമ്മൾക്കറിയാം വി ഇസ് ഈക്വൽ ടു, പഠിക്കേണ്ട ഇക്വേഷൻ ആണ് ഇ മൈനസ് ഐ ഇൻറ്റു ആർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി എന്ന് പറഞ്ഞാൽ എന്താ, ഐ ആർ ആണ്. ദെൻ ഇ മൈനസ് ഐ ആർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഇ മൈനസ് ഐ ആർ ബൈ ഐ. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ആരൊക്കെയാ, ഈ നമുക്ക് തന്നിട്ടുണ്ട് 10 വോൾട്ടാണ്. സോ 10 മൈനസ് 0.5 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 0.5. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് 8.5 ഡിവൈഡഡ് ബൈ 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 17 ഓം. നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി. അടുത്ത് നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്, നമ്മളോട് കാണാൻ പറഞ്ഞത് വോൾട്ടേജ് ആണ്. വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. അതുപോലെ നമുക്കറിയുന്ന ഇക്വേഷൻ 0.5 ആണ് ഇവിടെ കറണ്ട് എന്ന് പറയുന്നത്, ആർ എന്ന് പറഞ്ഞാൽ 17 ആണ്. സോ നമുക്ക് കിട്ടും 8.5 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇതൊക്കെ നമ്മുടെ ബോർഡ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, നമ്മുടെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ അടുത്തത് സ്റ്റേറ്റ് കിർച്ചോഫ് ഫസ്റ്റ് റൂൾ. എന്താണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് റൂൾ? മക്കൾ മനസ്സിലാക്കണം, കിർച്ചോഫിന്റെ ഫസ്റ്റ് റൂൾ ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. കിർച്ചോഫിന്റെ ഫസ്റ്റ് റൂൾ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിനെ ബേസ് ചെയ്തിട്ടാണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് റൂൾ ഉള്ളത്. അതുകൊണ്ട് ഈ റൂൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ, ജംഗ്ഷൻ റൂൾ എന്നറിയപ്പെടുന്ന അഥവാ KCL എന്നറിയപ്പെടുന്ന ഈ ഫസ്റ്റ് റൂൾ പറയുന്നത്, അറ്റ് എനി ജംഗ്ഷൻ ദ സം ഓഫ് കറണ്ട് എൻട്രിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ. ഒരു സർക്യൂട്ടിലേക്ക് വരുന്ന കറണ്ടും ഒരു സർക്യൂട്ടിൽ നിന്ന് പോകുന്ന കറണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ നോക്ക്, I1ഉം I2ഉം ഇതിലേക്ക് വന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ജംഗ്ഷൻ വെച്ചിട്ട് I3 I4 I5 എന്ന് പറഞ്ഞിട്ട് ഇത് പോയി. അങ്ങനെയാണ് നമ്മൾ പറയും I1 പ്ലസ് I2 എന്തിന് ഈക്വൽ ആണ്, I3 പ്ലസ് I4 പ്ലസ് I5ന് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആൾജിബ്രിക് സം എടുത്തു കഴിഞ്ഞാൽ വരുന്ന കറണ്ടിനെ പോസിറ്റീവായിട്ടും പോകുന്ന കറണ്ടിനെ നെഗറ്റീവായിട്ടും എടുത്തു കഴിഞ്ഞാൽ I1 പ്ലസ് I2 മൈനസ് I3 മൈനസ് I4 മൈനസ് I5 ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്ക് കിട്ടും. സോ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ആൾജിബ്രിക് സം ഓഫ് കറണ്ട് അറ്റ് എനി എന്താണ് ജംഗ്ഷൻ ഈ 0 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് എന്താണ് കിർച്ചോഫിന്റെ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്, അഥവാ വോൾട്ടേജ് റൂൾ എന്ന് പറയുന്നത്. എടാ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് KVL എന്ന് നമ്മൾ വിളിക്കുന്ന കിർച്ചോഫ് വോൾട്ടേജ് റൂൾ എന്ന് പറയുന്നത്? സിമ്പിൾ ആയിട്ട് പറയും, ഇതിനെ നമ്മൾ ഒരു ലൂപ്പ് റൂൾ എന്ന് പറയും. മക്കളെ മനസ്സിലാക്കി വെക്കുക, കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. എന്താണ് ലോ ഓഫ്
എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തിട്ടാണ് കിർച്ചോഫിന്റെ സെക്കൻഡ് റൂൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ലൂപ്പ് റൂൾ എന്ന് വിളിക്കും. എന്താണ് ലൂപ്പ് റൂൾ നമ്മളോട് പറയുന്നത്? ദി ഓൾജിബ്രിക് സം ഓഫ് EMF അറ്റ് എനി ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് സർക്യൂട്ട് ഇസ് ഈക്വൽ ടു സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ഇറ്റ്. അതായത് ഒന്നുമില്ല, സമ്മേഷൻ ഓഫ് IR ഇസ് ഈക്വൽ ടു 0. ഇതാണ് എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് ടോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർക്യൂട്ടിൽ ടോട്ടൽ ഒരു ലൂപ്പിൽ എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് 0 ആയിരിക്കും. ഇതാണ് നമ്മൾ കൊടുക്കേണ്ട പോയിന്റ്. റെഡി ആണല്ലോ. ഇനി ലാസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്താണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. മക്കൾ മനസ്സിലാക്കുക, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുന്നത് അൺനൗൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം അത് എന്തിനു വേണ്ടിയിട്ടാണ്? അൺനൗൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കും. മക്കളെ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q R/S ഈക്വൽ ആണ്. അപ്പോൾ എന്താണ് P, എന്താണ് Q, എന്താണ് R എന്നൊക്കെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ആണ്. ഈ ഒരു ഡയഗ്രാം എന്തായാലും മക്കൾ പഠിച്ചു വെക്കണം. ഈ ഡയഗ്രാം അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൻ്റെ അകത്ത് മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. റെഡി. അപ്പോൾ ഇതിൽ ഇത് P, ഇത് Q, ഇത് R, ഇത് S. ഓക്കെ, ഇനി ഇവിടെ ഒരു ഗാൽവാനോമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. ഗാൽവാനോമീറ്റർ ഓക്കെ, ഗാൽവാനോമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I എന്ന് പറയുന്നത്. ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടിന് നമുക്ക് I എന്തായിട്ട് മാറി? ഈ ജംഗ്ഷൻ വെച്ചിട്ട് ഇതിലൂടെ I1 ഇതിലൂടെ ബാക്കി ആരാളുള്ളത്? I മൈനസ് I1 ഉണ്ടാവും. ദെൻ ഇവിടെ നമുക്ക് നേരെ പോകാൻ പറ്റും. ഇതിലൂടെ ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ IG എന്ന് വിളിച്ചാൽ I1 ഇങ്ങനെ പോയി ഈ ജംഗ്ഷൻ എത്തിയിട്ട് ഇതിലൂടെ IG പോയാൽ ഇതിലൂടെ ബാക്കി എത്ര ഉണ്ടാവുക? I1 മൈനസ് IG എന്ന് പറയുന്ന കറണ്ടാണ് ഉണ്ടാവുക. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ജംഗ്ഷൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് ആരായിരിക്കും? I മൈനസ് I1 എന്ന് പറയുന്ന ഈ ഒരു കറണ്ടും പ്ലസ് IG എന്ന് പറയുന്ന ഈ ഒരു കറണ്ടും ആയിരിക്കും ഉണ്ടാവുക. ഇനി ഞാൻ ഈ ലൂപ്പിന് പേര് കൊടുക്കുകയാണ്. ഇതിൻ്റെ പേര് A B C, ഇയാൾക്ക് ഞാൻ D എന്ന് കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചിത്രത്തിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്. ഇതെന്താ മോനത്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ PQRS ഇങ്ങനെ 4 റെസിസ്റ്ററുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 4 റെസിസ്റ്ററുകളിൽ ഇത് ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് മാറുക, അതായത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് മാറാന്ന് പറഞ്ഞാൽ ഈ ഗാൽവനോമീറ്ററിലൂടെ എന്ത് കടന്നു പോകാൻ പാടില്ല? കറണ്ട് കടന്നു പോകാൻ പാടില്ല. ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് 0 ആയിരിക്കണം. അതിനാണ് നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് P/Q എന്തിന് ഈക്വൽ ആയിരിക്കും? R/Sന് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെറിവേഷനിലേക്ക് വരികയാണ്. ഫസ്റ്റ് പറയാം, ഇഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് then P/Q is equal to R/S. P/Q എന്തിന് ഈക്വൽ ആയിരിക്കും? R/Sന് ഈക്വൽ ആയിരിക്കും. അല്ലെ നമുക്ക് പറയാം galvanometer shows 0 deflection. ഗാൽവനോമീറ്റർ എന്തായിരിക്കും? 0 ഡിഫ്ലക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കിക്കോ, ഓക്കെ. അപ്പോൾ നമ്മൾ ബാലൻസ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാം, CABC. ഓക്കെ, CABC ഈ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ കിർച്ചോഫിന്റെ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ CABC നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാണ് കൺസിഡർ ലൂപ്പ് CABC
ബി സി. ഓക്കെ, സി എ ബി സി എന്ന് പറയുന്ന ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറയാം ഇതിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ട് എന്താ I1 ആണ് അല്ലേ. സിയിൽ നിന്ന് എയിലേക്ക് കടന്നു പോകുന്ന കറണ്ട് I1 ആണ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് പി ആണ്. സോ ലൂപ്പിന്റെ അതേ ഡയറക്ഷനിലാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആണ് എടുക്കുക. സോ മൈനസ് I1 പി. അടുത്തത് ആരാണ്? മൈനസ് IG(x) പ്ലസ് അടുത്തത് ആരാണ്? I മൈനസ് I1 ഇൻറ്റു ആർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ബാലൻസ്ഡ് കണ്ടീഷൻ IG എന്ന് പറയുന്നത് 0, അതായത് ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും IGX 0, അതായത് ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസിനാണ് നമ്മൾ X എന്ന് വിളിക്കുന്നത്. ഓക്കെ, IGX 0 ആയിരിക്കും. സോ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? IR E മൈനസ് I1P മൈനസ് I1R ഈക്വൽ ടു 0, അഥവാ IR ഈക്വൽ ടു I1 ഇൻറ്റു P പ്ലസ് ആർ എന്ന് പറയും. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് I ബൈ I1 ഇസ് ഈക്വൽ ടു P പ്ലസ് ആർ ബൈ ആർ, ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ഒരു ഇക്വേഷൻ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയാണ്, ADBA. ഓക്കെ, രണ്ടാമത്തെ ലൂപ്പ് കൺസിഡർ ചെയ്യാം, ADBA. കൺസിഡർ ലൂപ്പ് ADBA. ഓക്കെ, ഇതിൽ നമുക്ക് ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാം. ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നു മൈനസ് I1 മൈനസ് IG ഇൻറ്റു Q പ്ലസ് I മൈനസ് I1 പ്ലസ് IG ഇൻറ്റു S പ്ലസ് IGX ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് ബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ഐജിൻ്റെ വാല്യൂ എല്ലാം 0 ആയിരിക്കും. ഐജിൻ്റെ വാല്യൂ എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ബാലൻസ്ഡ് കണ്ടീഷനാണ് വീറ്റ്സ്റ്റോൺ പിടിച്ചെന്നുണ്ടെങ്കിൽ. സോ നമുക്ക് എഴുതാം മൈനസ് I1Q പ്ലസ് I മൈനസ് I1 ഇൻറ്റു S ഈക്വൽ ടു 0, അഥവാ IS is equal to I1 into Q plus S. So I by I1 equal to Q plus S by S എന്ന് പറയും. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും ഇക്വേഷൻ 1ഉം I by I1 ആണ്, ഇക്വേഷൻ 2ഉം I by I1 ആണ്. ഇവരെ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമ്മുടെ ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് പോകുന്നു. Q plus S by S equal to P plus R by R, അഥവാ Q by S plus 1 equal to P by R plus 1. അപ്പോൾ നമുക്ക് എഴുതാം Q by S equal to P by R, അഥവാ P by Q is equal to R by S. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ മക്കളെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഡൗട്ടാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് എന്തുകൊണ്ടാണ് ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവും പോസിറ്റീവും നമുക്ക് കിട്ടിയത്? അത് നമ്മൾ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരാളെ പഠിക്കണം. സൈൻ കൺവെൻഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭാഗം സിമ്പിളായിട്ട് നമ്മൾ തിയറി ഓൾറെഡി ഡിസ്കസ് ചെയ്ത സമയത്ത്, കഴിഞ്ഞ വീക്കിൽ നമ്മൾ തിയറി ഡിസ്കസ് ചെയ്ത സമയത്ത് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞതാണ് എന്താണ് അവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കേണ്ടതെന്ന്. കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്തായിട്ട് കൊടുക്കണം? അവിടെ നമ്മൾ നെഗറ്റീവ് കൊടുക്കണം. കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലൂപ്പ് പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? പോസിറ്റീവ് കൊടുക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് എന്തായിട്ടുള്ളത് നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കാനുള്ളത്. സോ മക്കൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ, കറണ്ട് ഇലക്ട്രിസിറ്റിൻ്റെ അകത്ത് നിന്ന് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യം ഇതാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നിർബന്ധമായിട്ട് ചോദിച്ചിട്ടുണ്ടാവും. സോ ഈ ഒരു ഡെറിവേഷൻ മക്കൾ എന്താക്കി വെക്കണം? ഇതിൻ്റെ അകത്ത് നിന്ന് പഠിച്ച് വെക്കണം. ഓക്കെ, സോ നമ്മൾ കറക്റ്റ് 1 hour നിൽക്കുന്ന നമ്മുടെ ഈ ഒരു ലൈവ് നമ്മൾ 3 ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ മക്കൾ എന്താക്കി വെക്കുക? നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മൾ ഈവനിങ്ങിൽ വീണ്ടും വരുന്നുണ്ട്. നമ്മൾ വേറെ ചാപ്റ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേറെ സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. സോ നമ്മുടെ സീരീസ് അവസാനിക്കുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക? ഇതൊന്ന് ഡീറ്റെയിൽ ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, സോ ടിൽ ദെൻ ബൈ.